എന്നിട്ട് ഇനി PPT ഇടണോ? സ്വന്തം കെമിസ്ട്രി ഫാക്കൽറ്റി. അപ്പൊ നമ്മുടെ 50 ദിവസത്തെ നീറ്റ് ലൈവ് ക്ലാസ് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുവാണല്ലേ. ഈ ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ നീറ്റിന്റെ എൻറ്റയർ സിലബസ് കവർ ചെയ്യും, മാക്സിമം പ്രോബ്ലംസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നീറ്റിന്റെ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 50 ഡേയ്സ് ഡെയിലി ഒരു 3 hours നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്റെ മക്കൾ റെഡി ആണെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ഒരു ഫയർ ഇട്ടേ, നോക്കിട്ടെ എത്ര പേര് റെഡി ആണെന്ന് നോക്കിട്ടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ സീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണല്ലേ. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ചാപ്റ്റർ സിമ്പിൾ ആണെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് കുറവല്ല. എല്ലാ വർഷവും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മറ്റേ എംപിറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതേപോലെ തന്നെ മോൾ കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ റിപ്പീറ്റേഷൻ വരുന്നത് കേട്ടോ. സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്റെ മക്കള് റെഡി ആണല്ലോ. സോ ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മാറ്റർ വെച്ചിട്ടാണ്. എന്താ മാറ്റർ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണല്ലേ എന്താ മാറ്റർ എന്ന്. എന്താ മാറ്റർ? എന്താ? anything that have mass and occupies a space, അവരെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുക. ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടല്ലേ, ഈ പേനയ്ക്ക് ഒരു മാസ് ഉണ്ട്. ഇനി ഈ പേന കൊണ്ട് മിസ് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേനയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് വേണം. ഇങ്ങനെ മാസും ഓക്യുപ്പൈ ചെയ്യാനായിട്ട് സ്പേസും വേണ്ട ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ. മാറ്റർ എന്ന് വിളിക്കും. ഞാൻ മാറ്ററാ, നിങ്ങളും മാറ്ററാ, ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? മാറ്റർ ആണ്. കാരണം അവർക്ക് മാസും ഉണ്ട്, അവർക്ക് ഇരിക്കാനായിട്ട് ഒരു സ്പേസും വേണം. They need a space to occupy. So anything which occupies a space and has mass, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാറ്റർ എന്ന് വിളിക്കുക. ബുക്ക്, വാട്ടർ എല്ലാം എന്താണ്? നമ്മുടെ മാറ്ററിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റർ 3 സ്റ്റേറ്റ്സിലാണുള്ളത്. ഏതൊക്കെയാ 3 സ്റ്റേറ്റ്സ്? ഓക്കെ, 3 സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം വന്നു, വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മാറ്റർ. സൗണ്ട്, പെൻ,
എയർ, വാട്ടർ. ഇതിനകത്ത് ഏതാണ് മാറ്റർ അല്ലാത്തത്? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിന്റെ ആൻസർ ഏതാന്ന് മക്കളൊന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. എല്ലാരും ലൈവ് ചാറ്റിൽ ആക്റ്റീവ് ആയിരിക്കണം. ഒന്ന് കമന്റ് ചെയ്തേ. സൗണ്ട് ആണോ, പെണ്ണാണോ, എയർ ആണോ, വാട്ടർ ആണോ? ഏതാ മാറ്ററിന്റെ എക്സാമ്പിൾ അല്ലാത്തത്? ഏത് ഓപ്ഷനാ? ഏത് ഓപ്ഷനാ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ. സൗണ്ട് ആണ്. സൗണ്ടിന് മാസ് ഉണ്ടോ? അവർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണോ? സോ നമുക്ക് പറയാം സൗണ്ട് മാറ്റർ അല്ല. ബാക്കി പെന്നും എയറും വാട്ടറും ഒക്കെ എന്താണ്? മാറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റർ 3 സ്റ്റേറ്റ്സിലുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ സോളിഡിന്റെ ഒരു എക്സാമ്പിൾ മക്കൾ ഓർത്തേ. ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്തേ. സോളിഡിന്റെ ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്തേ. ഈ മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ ഒരു സോളിഡ് ആണല്ലേ. ഈ പേനയ്ക്ക് ഷേപ്പ് ഫിക്സ്ഡ് ആണോ? ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. വോളിയം ഫിക്സ്ഡ് ആണോ? വോളിയം ഫിക്സ്ഡ് ആണ്. സോ നമുക്ക് പറയാം എല്ലാ സോളിഡ്സിനും ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഷേപ്പും ഉണ്ട്, ഡെഫിനിറ്റ് ആയിട്ട് ഒരു വോളിയം ഉണ്ട്. ഓക്കെ, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന്റെ എക്സാമ്പിൾ ഇപ്പൊ ഏതാ? നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലേ. നമ്മൾ കുടിക്കുന്ന വെള്ളം ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണല്ലേ. അപ്പൊ ഞാൻ ഒരു കുപ്പിയിലെ വെള്ളം എടുത്തു. ആ കുപ്പിയിലെ വെള്ളം ഞാൻ പതുക്കെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ കുപ്പിയുടെ ഉണ്ടായിരുന്ന വെള്ളം പതുക്കെ ഗ്ലാസിന്റെ ഷേപ്പ് എടുക്കും അല്ലെ. സോ നമുക്ക് പറയാം നമ്മുടെ ലിക്വിഡ്സിന് ഷേപ്പ് ഫിക്സ്ഡ് അല്ല, they take the shape of the container. പക്ഷേ അങ്ങനെ കുപ്പിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അവിടെ എമൗണ്ട് ഓഫ് വാട്ടർ മാറുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് പറയാം ലിക്വിഡ്സിനാണെങ്കിൽ അവിടെ ഷേപ്പ് ഫിക്സ്ഡ് അല്ല, പക്ഷെ അവരുടെ വോളിയം എന്താണ്? ഫിക്സ്ഡ് ആണ്. സോ they have a definite volume but no definite shape. അടുത്തത് ഗ്യാസ്. നമുക്ക് എയർ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ എന്താണ്? എയർ ആണല്ലേ. ഓക്സിജന് ഫിക്സ്ഡ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ടോ? ഇല്ല. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയവും ഇല്ല, ഷേപ്പും ഇല്ല. സോ ഗ്യാസ്, സോളിഡ്, ലിക്വിഡ് ക്ലിയർ ആണല്ലോ. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ക്ലിയർ ആണല്ലോ മക്കൾക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്ന കാര്യമാണ് ഈ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. ഓരോ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു പാർട്ടിക്കിൾസ് വെച്ചിട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസിലും ഉള്ള പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് നോക്കാം. സോളിഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. സോളിഡ്സിനാണെങ്കിൽ സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പരസ്പരമുള്ള അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. സോ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോളിഡ്സില് ഈ പാർട്ടിക്കിൾസിന് അവരുടെ പൊസിഷനിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ലിക്വിഡ്സിലാണെങ്കിൽ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ ദൂരെയാണെങ്കിൽ എന്താ പറ്റുക? പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അട്രാക്ഷൻ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പക്ഷെ അത്രയും ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ വോളിയം ഫിക്സ്ഡ് ആയിട്ടുള്ളത്. ഇനി ഗ്യാസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്യാസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ് അല്ലെ. they are far away from each other. അത്രയും ദൂരെ ആയതുകൊണ്ട് ഇവരുടെ അട്രാക്ഷൻ എന്തായിരിക്കും? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീക്ക് അട്രാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? പാർട്ടിക്കിൾസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഗ്യാസിന് ഫിക്സഡ് ഷേപ്പോ ഫിക്സഡ് വോളിയം ഇല്ലാത്തത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? സോളിഡ്സിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്തായതുകൊണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. That's why they have a fixed shape and fixed volume. ലിക്വിഡ്സിലാണെങ്കിൽ സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ ദൂരെ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലിക്വിഡ്സിന് ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത്. എന്നാൽ ഗ്യാസിലാണെങ്കിലോ പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ്. So they can easily move. That's why they does not have a fixed shape or fixed volume. Clear ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സൗണ്ടിന് ഇഷ്യൂ ഉണ്ടോ? സൗണ്ട് ക്ലിയർ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സൗണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ബാക്കി ആർക്കും പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ സൗണ്ട് ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ
സോളിഡ്സ് ലിക്വിഡ് ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ, സെയിം കാര്യങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ മാറ്ററിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എലമെന്റ്സും കോമ്പൗണ്ട്സും. മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഹോമോജീനിയസും ഹെട്രോജീനിയസും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്യുവർ സബ്സ്റ്റൻസ്? ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, ഒരൊറ്റ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളെങ്കിൽ അവരാണെന്ത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിൽ ഒരൊറ്റ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്യുവർ സബ്സ്റ്റൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എലമെന്റ്സും ഉണ്ട് കോമ്പൗണ്ട്സും ഉണ്ട്. എലമെന്റ്സും ഉണ്ട് കോമ്പൗണ്ട്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എലമെന്റ്സിലാണെങ്കിൽ ഒറ്റ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലേ, പീരിയോഡിക് ടേബിളിലുള്ള എല്ലാം എന്താണ്? നമ്മുടെ എലമെന്റ്സ് ആണ് അല്ലേ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ അവരെല്ലാം എന്താണ്? നമ്മുടെ എലമെന്റ്സ് ആണ്. സോ ഈ എലമെന്റ്സ് ആണെങ്കിൽ ഒരൊറ്റ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ എലമെന്റ്സിന് വേണമെങ്കിൽ ആറ്റമും ആവാം, ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന മോളിക്യൂളും ആവാം. ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവനാണ് ആറ്റം. പൊട്ടാസ്യം, Fe, നിക്കൽ, കാർബൺ അവരൊക്കെ എന്താണ്? ആറ്റംസ് ആണ്. ഇനി ആറ്റംസ് കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? മോളിക്യൂൾസ് ഫോം ചെയ്യുക അല്ലെ. സോ മോളിക്യൂൾസ് ഉണ്ടാവും. മോളിക്യൂൾസ് ആണ് കണ്ടോ, H2O2 ഹൈഡ്രജൻ മാത്രമല്ലേ ഉള്ളൂ H2 മോളിക്യൂളില്. O2 മോളിക്യൂളിൽ ഓക്സിജൻ മാത്രമല്ലേ ഉള്ളൂ. സോ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അവരാണ് എലമെന്റ്സ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണെന്ത്? എലമെന്റ്, പ്യുവർ ആയിട്ടുള്ള ആളാണ്. ഇനി ഈ എലമെന്റ്സ് കമ്പൈൻ ചെയ്താൽ അവരാണ് കോമ്പൗണ്ടുകൾ. ഓക്കെ, എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തു. ഹൈഡ്രജൻ ഒരു എലമെന്റ് അല്ലേ, ഓക്സിജൻ ഒരു എലമെന്റ് അല്ലേ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ അവിടെ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തു. കാർബൺ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. സോ നമുക്ക് പറയാം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എലമെന്റ്സ് ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഇനി ഈ കോമ്പൗണ്ട്സിനകത്തുള്ള എലമെന്റ്സുകളെ കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എലമെന്റ്സും കോമ്പൗണ്ട്സും ക്ലിയർ ആണോ മക്കൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞേ. ക്ലിയർ ആണോ? ഈ ഒരു സെക്ഷൻ ക്ലിയർ ആണോ? കുറെ പേര് ഹായ് അയക്കുന്നുണ്ട്, എല്ലാവർക്കും ഹായ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ, ക്ലിയർ ആണ്. സോ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തിന്നുന്ന മിക്സർ ഇല്ലേ, മിക്സർ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മിക്സറിനകത്താണെങ്കിൽ കുറെ ആൾക്കാരുണ്ടാവും. കടലുണ്ട്, നമ്മൾ കഴിക്കുന്ന സാധനമുണ്ട്, കറിവേപ്പിലുണ്ട്, കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ പല കോമ്പൗണ്ടുകളുടെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, കോമ്പൗണ്ട്സ് നമ്മൾ മിക്സ് ചെയ്താൽ അവര് മിക്സ്ചർ. എക്സാമ്പിൾ ആണ് ബ്രാസും ബ്രോൺസും. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും സിങ്കിന്റെയും ഒരു മിക്സ്ചർ ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, ഈ രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. ബ്രാസ് കോപ്പറും സിങ്കും, ബ്രോൺസ് കോപ്പറും ടിന്നും. ക്ലിയർ ആണോ? ഓക്കെ, ഈ മിക്സ്ചേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. വളരെ സിമ്പിളാ. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയേ. അത് കഴിഞ്ഞ് നോക്കിയേ, നിങ്ങൾക്ക് പല ലെയർ വെള്ളം കാണാൻ പറ്റുമോ? മേളിന്ന് ടേസ്റ്റ് ചെയ്താലും മധുരവാ, ഇനി താഴേന്ന് ടേസ്റ്റ് ചെയ്താലും മധുരമാണ് അല്ലേ. സോ നമുക്ക് പറയാം ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം യൂണിഫോം ആയിട്ടുള്ള ആളാ, യൂണിഫോം ലെയറാ. അങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള സൊല്യൂഷൻ ആണെന്ന് പറയാം. അങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള സൊല്യൂഷനുകളെ, മിക്സ്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി ഞാൻ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് മണലെടുത്തു. വെള്ളത്തിനകത്ത് കുറച്ച് മണൽ നന്നായിട്ട് ഇളക്കിയിട്ടു. എത്ര ഇളക്കി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ആവോ? ഇല്ല അല്ലെ. രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ ലെയറുകളായിട്ട് കിടക്കും. ഇങ്ങനെ പല ലെയർ ആയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് പറയാം അവിടെ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ യൂണിഫോം
കോമ്പോസിഷൻ ഉള്ള മിക്സറുകളെ നമ്മൾ ഹോമോജീനിയസ് മിക്സേഴ്സ് എന്ന് വിളിക്കും. നോൺ യൂണിഫോം കോമ്പോസിഷൻ ഉള്ള മിക്സറുകളെ നമ്മൾ ഹെട്രോജീനിയസ് മിക്സേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസ് ഉണ്ട്. ഹോമോജീനിയസ് ആണെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ, ഹെട്രോജീനിയസ് ആണെങ്കിൽ നോൺ യൂണിഫോം കോമ്പോസിഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ? ഇത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഒക്കെ ഹോമോജീനിയസ് ആണ്. എന്നാൽ നമ്മുടെ സാൻഡ് വാട്ടർ ഒക്കെ എന്താണ്? നമ്മുടെ ഹെട്രോജീനിയസ് സൊല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മാറ്ററിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പ്യൂർ സബ്സ്റ്റൻസും മിക്സേഴ്സും. പ്യൂർ സബ്സ്റ്റൻസ് ആണെങ്കിൽ ഒരൊറ്റ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, എലമെന്റ്സും കോമ്പൗണ്ട്സും. ഇനി ഈ കോമ്പൗണ്ട്സ് എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്താൽ നമുക്ക് മിക്സർ ഉണ്ടാവും. മിക്സേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. ഹോമോജീനിയസ് ആണെങ്കിൽ അവിടെ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഹെട്രോജീനിയസ് ആണെങ്കിൽ അവിടെ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ്. സോ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യണം കേട്ടോ. എത്ര പ്രോബ്ലംസ് ചെയ്യാമോ അത്രമാത്രം നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് എന്താവണം? നല്ല സ്പീഡ് ആവണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടിയൊക്കെ എൻ്റെ മക്കൾക്ക് അങ്ങ് മാറി കിട്ടും. സോ which of the following is a homogeneous mixture? A. Sand and water. B. Oil and water. C. Sugar dissolved in water. D. Chalk powder in water. Okay, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത്. ഇതിനകത്ത് ആരായിരിക്കും ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സർ? ആർക്കായിരിക്കും യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്തേ. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ. സാൻഡ് വാട്ടറിലാണെങ്കിലും ഓയിലും വാട്ടർ ആണെങ്കിലും ചോക്ക് പൗഡർ ഇൻ വാട്ടർ ആണെങ്കിലും രണ്ട് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഒരൊറ്റ ലെയർ മാത്രം ഉള്ളത് എവിടെയാ? ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടറിലാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതിനു മുന്നേ മക്കളോട് ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മൾ 50 ദിവസത്തെ നീറ്റ് ലൈവ് ക്ലാസ് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 50 ദിവസം നമ്മളൊരു പെർ ഡേ 3 hours മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നീറ്റ് എക്സാം അങ്ങ് ക്രാക്ക് ചെയ്യും. സോ മക്കള് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഈ ഒരു ലൈവ് സെക്ഷനിൽ മറക്കാണ്ട് കയറണം കേട്ടോ. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, പ്രിസിഷനും അക്യുറസിയും. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ലാബിലൊക്കെ എക്സ്പീരിമെന്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്പീരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ എക്സ്പീരിമെന്റ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പല വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് തമ്മിൽ നല്ല അടുത്താന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ആൻസർ പ്രിസൈസ് ആണെന്ന് പറയും. പ്രിസൈസ് ആണ്. ഓക്കെ, നമ്മൾ ഒരേ എക്സ്പീരിമെന്റ് പല പ്രാവശ്യം ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 3.1 കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം 3.2 കിട്ടി, അടുത്തത് 3.3 കിട്ടി. അടുത്തടുത്ത വാല്യൂസ് ആണല്ലേ? അങ്ങനെ അടുത്തടുത്ത വാല്യൂസ് കിട്ടിയാൽ നമ്മൾ പറയും ഓക്കെ നമ്മുടെ വാല്യൂസ് എന്താണ്? പ്രിസൈസ് ആണെന്ന് പറയൂടാ. ഇനി നമ്മുടെ വാല്യൂവും നമ്മുടെ ഒറിജിനൽ ഒരു ട്രൂ ആൻസർ ഉണ്ടാവുമല്ലോ, ആ ആൻസറും കറക്റ്റ് അടുത്തടുത്താണെങ്കിൽ നമ്മൾ പറയും അക്യുറേറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 3.0 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്, നമ്മുടെ കറക്റ്റ് ആൻസർ 3.0 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ 3.01, 3.02, 3.03 അടുത്തടുത്ത വാല്യൂ ആണല്ലേ? നമ്മുടെ ട്രൂ വാല്യൂവിനോട് അടുത്ത, കറക്റ്റ് ആയിട്ടുള്ള ആൻസറിനോട് അടുത്ത. സോ നമ്മൾ പറയും നമ്മുടെ ആൻസർ എന്താണ്? അക്യുറേറ്റ് ആണ്. സോ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര അടുത്താണെന്ന് കാണിക്കുന്നത് പ്രിസിഷൻ. നമ്മുടെ ആൻസറും നമ്മുടെ ട്രൂ ആൻസറും തമ്മിലുള്ള ക്ലോസ്നെസ് കാണിക്കുന്നത് അക്യുറസി. മക്കൾക്ക് ക്ലിയർ അല്ലേ? സോ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ closeness of our results in different items. Accuracy എന്ന് പറഞ്ഞാലോ closeness of our result with the actual result. അതാണ് accuracy. Precision ഏതാ? Accuracy ഏതാ? ക്ലിയർ ആണല്ലോ മക്കൾക്ക്? ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നമ്മൾ ആർച്ചറി ഗെയിം കളിക്കുക അല്ലെ? മറ്റേ അമ്പക്ക് വിട്ട ആർച്ചറി ഗെയിം കളിക്കൂലേ? സോ ആദ്യത്തേനകത്ത് നോക്കി, ഞാൻ അമ്പ ചെയ്യുന്നു, അവിടെ എവിടെയൊക്കെ റാൻഡം ആയിട്ട് പോയി കൊള്ളുന്നു. നല്ല ദൂരെയാണ്, നമുക്ക് ഈ ഒരു പോയിന്റ് കൊണ്ടാലല്ലേ കറക്റ്റ് കിട്ടത്തുള്ളൂ.
ഈ ഒരു പോയിന്റിൽ വന്നാലല്ല കറക്റ്റ് ആവുക. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എൻ്റെ അമ്പ് അവിടെ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്, അടുത്തുമല്ല. സോ നമുക്ക് പറയാം ഇത് പ്രിസൈസും അല്ല ഒട്ട് അക്യുറേറ്റും അല്ല. neither precise or accurate. ഇനി അടുത്തത് ഞാൻ പിന്നെയും ട്രൈ ചെയ്യാണ്. ഞാൻ പിന്നെ ഇങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്നെ 4 അമ്പും കറക്റ്റ് പോയിന്റിലൊന്നും അല്ല വീണത്, എന്നാലും എന്നെ 4 അമ്പ് അടുത്തടുത്ത് വീണു. സോ കറക്റ്റ് പോയിന്റിലല്ല, സോ നമുക്ക് പറയുന്നത് അക്യുറേറ്റ് അല്ല, പക്ഷെ എൻ്റെ അമ്പെല്ലാം അടുത്തടുത്തല്ല വീണിരിക്കുന്നത്. സോ അവരെന്താണ്, പ്രിസൈസ് ആണെന്ന് പറയാം. സോ പ്രിസൈസ് ബട്ട് നോട്ട് അക്യുറേറ്റ്. ഇനി ഞാൻ വിട്ടുകൊടുക്കോ ഇല്ല, ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഞാൻ പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫൈനലി എൻ്റെ എല്ലാം നടുക്കായി. ഓക്കെ, ഫൈനലി ഞാൻ ആ ഗെയിം അങ്ങ് പഠിച്ചു, എങ്ങനെ ചെയ്യണം ഞാൻ ഫിക്സ് ആക്കി. ഓക്കെ, കറക്റ്റ് നടുക്ക് 4 അമ്പും നടുക്ക് വന്നു. സോ നമുക്ക് പറയാം 4 അമ്പും കറക്റ്റ് വന്നു, അക്യുറേറ്റും ആണ് പ്രിസൈസും ആണ്. കറക്റ്റ് ആയിട്ട് ഞാൻ 4 എണ്ണം സെറ്റ് ചെയ്തല്ലേ. സോ അക്യുറേറ്റും ആണ് പ്രിസൈസും ആണ്, അക്യുറേറ്റും ആണ് പ്രിസൈസും ആണ്. ക്ലിയർ ആണല്ലോ, പ്രിസിഷൻ അക്യുറസിയും ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ പാർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ മീനിങ് ഫുൾ ഡിജിറ്റ്സിന്റെ കൗണ്ട് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറേ റൂളുകളുണ്ട്. ഈ റൂളുകൾ മക്കൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഈ റൂൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, റൂള് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് മിസ്സേ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേട്ടോ. പ്രോബ്ലം ചെയ്യാണ് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ മക്കൾ എന്തായാലും എന്ത് ചെയ്യണം, ഇനി സെക്ഷൻ നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സോ അടുത്ത സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂളുകൾ പഠിക്കാൻ പോവാ. ഫസ്റ്റത്തേത് all non-zero numbers are significant എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ നോൺ സീറോ നമ്പേഴ്സ് ഉള്ളത് അതെല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 285 സെന്റിമീറ്റർ, 285 സെന്റിമീറ്റർ, 285 3 നോൺ സീറോ നമ്പേഴ്സ് ഇല്ലേ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അവിടെ ഉണ്ട്. ഇനി zeros preceding to first non-zero number is not significant. അതായത് ഒരു നോൺ സീറോ നമ്പർ ഉണ്ട്, അതിന് ഫ്രണ്ടിൽ കിടക്കുന്ന സീറോ ഒന്നും എന്തല്ല, പ്രിസൈസ് സിഗ്നിഫിക്കൻ്റ് അല്ല കേട്ടോ, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ നമുക്കൊരു ഡിജിറ്റ് ഉണ്ട് 0.00052. നോൺ സീറോ നമ്പർ ഏതാ, 5 അല്ലേ. ഈ 5ന് ഫ്രണ്ടിൽ കിടക്കുന്ന സീറോ ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ 5ഉം 2ഉം മാത്രമേ ഇവിടെ എന്തുള്ളൂ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളൂ. സോ ഫസ്റ്റ് റൂൾ എന്താ, എല്ലാ നോൺ സീറോ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സെക്കൻഡ് റൂൾ എന്താ, ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് ഫ്രണ്ടിലുള്ള സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. തേർഡ് റൂളാണ്, 2 നോൺ സീറോ നമ്പറിന്റെ ഇടയ്ക്ക് സീറോ വന്നിട്ടുണ്ടെങ്കിൽ അവരും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 2.005 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് കേട്ടോ, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ നോൺ സീറോ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു നോൺ സീറോ നമ്പറിന് ഫ്രണ്ടിലുള്ള സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല, 2 നോൺ സീറോ നമ്പറിന്റെ ഇടയിലുള്ള സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത റൂള്, നമ്മള് സീറോസ് അറ്റ് ദ റൈറ്റ്, അതായത് നമ്മുടെ അവസാനം കിടക്കുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. എപ്പോഴാണ്, ഒരു നോൺ സീറോ നമ്പറിന് ശേഷമായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഡെസിമൽ പോയിന്റിന് ശേഷമായിരിക്കണം. ഓക്കെ, ഇവിടെ 0.200 ഇവിടെ നോക്കിയേ, ഈ 2 സീറോ നോൺ സീറോ നമ്പറിന് ശേഷവുമാണ്, പോയിന്റ് ഡെസിമൽ പോയിന്റിന് ശേഷവുമാണ്. സോ ആ സീറോസ് എന്തായി, സിഗ്നിഫിക്കൻ്റ് ആയി കേട്ടോ. സോ സീറോസ് അറ്റ് ദ റൈറ്റ് എപ്പോഴാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്, ഫസ്റ്റ് അവർ നോൺ സീറോ നമ്പറിന് ശേഷമായിരിക്കണം, ഡെസിമൽ പോയിന്റിന് ശേഷമായിരിക്കണം. മക്കൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഇനി എക്സാക്ട് നമ്പേഴ്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എക്സാക്ട് നമ്പർ പറയാണ്, നമ്മളിപ്പോ 10 എഗ് എന്ന് പറയാണ്, അവർക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, 2 balls ആണെങ്കിൽ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 30 eggs ആണെങ്കിൽ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്രയും റൂൾസ് ക്ലിയർ ആണല്ലോ. നോൺ സീറോ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു നോൺ സീറോ
നമ്പറിന്റെ ഫ്രണ്ടിലുള്ള സീറോ സിഗ്നിഫിക്കന്റ് അല്ല. സീറോസ് രണ്ട് നോൺ സീറോ നമ്പറിന്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ അവർ സിഗ്നിഫിക്കന്റ് ആണ്. ആൻഡ് നോൺ സീറോ നമ്പറിന്റെ റൈറ്റില് ഡെസിമൽ പോയിന്റിന് ശേഷം വരികയാണെങ്കിലും സീറോ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. ഈ 5 റൂളും മക്കൾക്ക് ക്ലിയർ ആണോ? മക്കൾക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോവാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മൾ ഓരോന്നിലെയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് 0.00323 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? മക്കളൊന്ന് കമന്റ് ചെയ്തേ. 0.00323 ഫസ്റ്റ് വൺ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. റൂൾസ് ഒക്കെ ക്ലിയർ ആണോ നോക്കട്ടെ. ഒന്ന് കമന്റ് ചെയ്തേ. 0.00323 ഓക്കെ, കമന്റ് ചെയ്തേ. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. ഓക്കെ, ഇത് 323 എന്ന് പറയുന്നത് നോൺ സീറോ നമ്പേഴ്സ് ആണ് അല്ലേ. ഇനി ഈ സീറോ കിടക്കുന്ന ആ നോൺ സീറോ നമ്പറിന്റെ ഫ്രണ്ടിലല്ലേ. സോ ആ സീറോസ് അവിടെ സിഗ്നിഫിക്കന്റ് അല്ല. സോ ഇവിടെ 3 സീറോസേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ. ഇനി 492 എന്ന് പറയുന്നത് എത്രയാ? 3 നോൺ സീറോ നമ്പർ ആണ്. ഓക്കെ, ഇനി 600.0 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആട്ടോ. ഇവിടെ ആണെങ്കിൽ സീറോ കിടക്കുന്ന ഡെസിമൽ ശേഷമാണ്. സോ 4 എണ്ണം. ഇവിടെ 92 രണ്ട് നോൺ സീറോ നമ്പേഴ്സ് ഉണ്ട്. സോ 2 ആൻഡ് 9.007 സീറോസ് രണ്ട് നോൺ സീറോ നമ്പറിന്റെ ഇടയ്ക്കാണ്. സോ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മക്കൾക്ക് ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോവാണ്. 9.00 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ക്ലിയർ ആണോ? സെക്ഷൻ ക്ലിയർ ആണെങ്കിൽ എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്തേ. 9.00 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്? ഓക്കെ, ആ സീറോ കിടക്കുന്നത് നോൺ സീറോ നമ്പറിന് ശേഷമാണ്, ഡെസിമൽ പോയിന്റിന് ശേഷമാണ് അല്ലേ. സോ നമുക്ക് പറയാം ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. നൗ 345.55 എല്ലാ നോൺ സീറോ നമ്പറാ. സോ 1 2 3 4 5 5 significant figures. Now 1 1 1. Okay, Abhinav correct ആയിട്ട് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് 1 1 1 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്? 1 1 1 3 നോൺ സീറോ നമ്പർ അല്ലേ. ഓക്കെ, അപ്പോൾ 3 ആൻസർ. Now 456.65 5 നോൺ സീറോ നമ്പർ ഉണ്ട്. സോ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും. Now 6.45 into 10 raised to 34. 6.45 into 10 raised to 34. 10ന്റെ പവേഴ്സ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല കേട്ടോ. അപ്പൊ 6.45 എന്ന് പറയുന്നത് 3 നോൺ സീറോ നമ്പർ അല്ലേ. അപ്പൊ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും. സോ ഇതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 35353. ഓക്കെ, കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മൾ ഇനി അടുത്ത റൂളുകൾ പഠിക്കാൻ പോവാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ. നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, സബ്ട്രാക്ഷൻ ചെയ്യും, ഡിവിഷൻ ചെയ്യും. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. എത്ര ഡെസിമൽ പ്ലേസസുകൾ ഉണ്ട്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നീറ്റ് എക്സാമിന് ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൽ 2.1 2.11 2.111 എന്നൊക്കെ ആയിരിക്കും ആൻസർ കിടക്കുക. ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൂളുകൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് അഡീഷനും സബ്ട്രാക്ഷനും രണ്ടിനും സെയിം റൂളാണ് കേട്ടോ. അഡീഷനും സബ്ട്രാക്ഷനും സെയിം റൂളുകളാണ്. ഒന്നുമല്ല, 2 നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാന്ന് വിചാരിച്ചോ. ഈ ആഡ് ചെയ്യുന്ന നമ്പറിൽ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പറിൽ ആർക്കാണ് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസസ് നോക്കുക. സോ നമ്മുടെ ആൻസറിൽ അത്രയും ഡെസിമൽ പ്ലേസസ് മതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആള് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്ത ആൾക്ക് ആർക്കാണോ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസസ് ഉള്ളത് അത്രയും ഡെസിമൽ പ്ലേസസ് മതി നമ്മുടെ ഫൈനൽ ആൻസറിൽ. ഇവിടെ 12.45 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. 3.2 2 ഡെസിമൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ, ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസസ് വേണം? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര ഡെസിമൽ പ്ലേസസ് വേണം? ഒരു ഡെസിമൽ പ്ലേസ് വേണം. ഒരു ഡെസിമൽ പ്ലേസ് വേണം. സോ നമ്മൾ ഇവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
15.65 ആൻസർ കിട്ടി. 15.65 ആണ് അല്ലേ. നമ്മുടെ ഡെസിമൽ പ്ലേസസ് ഒരാൾ മതി. അപ്പൊ നമ്മൾ ഈ 5നെ അങ്ങ് എടുത്ത് കളയും. 5ന് ഫ്രണ്ടിലുള്ളത് ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കും. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്താണ് കേട്ടോ. ഇപ്പൊ ഇവിടെ 7 ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ 15.8 എന്ന് റിപ്പോർട്ട് ചെയ്താനേ. സോ ഇവിടുത്തെ ആൻസർ 15.6. ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂളുകൾ തന്നെയാ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിജിറ്റ്സിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ഡിജിറ്റ്സിൽ ആർക്കാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മുടെ ഫൈനൽ ആൻസറിലും അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി കേട്ടോ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ആളെ നോക്കുക, ആർക്കാണോ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസസ്, ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കുക, നമ്മുടെ ഫൈനൽ ആൻസറിലും അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി കേട്ടോ. ഇപ്പൊ 4.56 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്? 3 എണ്ണം. 1.4 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 എണ്ണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.384 ആണ്. 6.384. നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. അപ്പൊ ഈ 2 പേര് മതി. 84 ആണ്. 5നേക്കാൾ കൂടുതലായിട്ടുള്ള നമ്പറാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ആഡ് ചെയ്യുക, റൗണ്ട് ചെയ്യുക. 6.4 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 6.38 ആണ്. 5നേക്കാൾ കൂടുതലാണ്. സോ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പറിന് 1 ആഡ് ചെയ്യണം കേട്ടോ. സോ 6.4 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. സോ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ആർക്കാണോ കുറവ് ഡെസിമൽ പ്ലേസസ് നോക്കുക, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആർക്കാണ് ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കുക. മക്കൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലമും കൂടെ ചെയ്യാം കേട്ടോ. 12.11 പ്ലസ് 18.1 പ്ലസ് 1.012 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 31.222 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, 31.222. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 31.222 നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസസ് വേണോടാ? നോക്കിയേ, എത്ര ഡെസിമൽ പ്ലേസസ് വേണം? ഓക്കെ, നമ്മുടെ ആദ്യത്തെ നമ്പറിൽ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ നമ്പറിൽ 1 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. മൂന്നാമത്തേനകത്താണെങ്കിൽ 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ ഒരൊറ്റ ഡെസിമൽ പ്ലേസ് മതി അല്ലേ. സോ കളയുന്നത് 2 ആ, 5നേക്കാൾ ചെറുതാ. സോ ചുമ്മാ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി 31.2. ഓക്കെ, 31.2. മക്കൾക്ക് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അടുത്തത് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന്റെ പ്രോബ്ലം. നോക്കിക്കേ, 2.5 into 1.25 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.125. നമ്മുടെ 2.5 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 1.25 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം? എത്ര എണ്ണം വേണം? ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. സോ 3.1 ആയിരിക്കും കേട്ടോ ആൻസർ. ഓക്കെ, ഇതിനെ കളഞ്ഞാൽ മതി. 2.5 നമുക്ക് കളയാം, കാരണം 2 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതല്ലേ, എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. Now 6.5 divided by 2.42. 6.5നെ 2.42 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2.685 ആണ്. 2.685. 6.5ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 6.5ൽ നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 2.42ൽ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ഫൈനൽ ആൻസറിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം. സോ 2.685 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി. 2.685 ആണ്. 2 എണ്ണം മതി. 5നെ വെറുതെ അങ്ങ് എടുത്ത് കളഞ്ഞു. ഇനി 8 എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലാണല്ലേ. സോ അങ്ങ് വെറുതെ എടുത്ത് കളയാൻ പറ്റില്ല. തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പറിന് 1 ആഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 2.7 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. The multiple of 5 into 0.2 after rounding off will be 1,
1.0, 1.00, 1.000. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആ മക്കളെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ തന്നെ നോക്കിയേ, 1, 1.0, 1.00, 1.000 ആണല്ലേ. സോ സിമ്പിൾ ആയിട്ട് കിട്ടും. 5 ലെറ്റർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഒന്നാണല്ലേ. ഓക്കെ, അടുത്ത 0.2 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ആ 0 കിടക്കുന്നത് നോൺ സീറോ നമ്പറിന്റെ ഫ്രണ്ടിലല്ലേടാ. 0 സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. സോ ഇവിടെയും ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. സോ നമ്മുടെ ഫൈനൽ ആൻസറിൽ ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി. സോ 1 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ അടുത്ത പ്രോബ്ലം, the value of 5.86 into 3.96 divided by 2.86 will be equal to 8, 8.1, 8.11, 8.113. ഒന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ 1 ആയിരിക്കോ, 2 ആയിരിക്കോ, 3 ആയിരിക്കോ, 4 ആയിരിക്കോ? ഒന്ന് കമന്റ് ചെയ്തേ ഏതാ ആൻസറിന്. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഒന്ന് നോക്ക്. ഫൈനൽ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കമന്റ് ചെയ്തേ, നോക്കിക്കേ. 5.86 into 3.96 divided by 2.86. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്കെ, വെരി ഗുഡ്. 8.11 ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 5.86 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 3.96 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 2.86 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേടാ, നമ്മുടെ 3 പേരിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാ ഉള്ളത്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസറിൽ 3 എണ്ണമല്ലേ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 8.11 ഇവിടെ മാത്രമല്ലേ ഉള്ളൂ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെയാണെങ്കിൽ ഒരാള്, ഇവിടെയാണെങ്കിൽ 2 പേര്, ഇവിടെയാണെങ്കിൽ 3 പേര്, ഇവിടെയാണെങ്കിൽ 4 പേര്. കാൽക്കുലേറ്റ് ചെയ്ത് ടൈം പോലും കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ കാണുന്നതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആൻഡ് വൺ മോർ പ്രോബ്ലം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫോർ ദ 3 numbers 161 centimeter, 0.161 centimeter, 0.0161 centimeter are option A 3, 4 and 5 respectively, B 3, 4 and 4 respectively, C 3, 3 and 4 respectively, D 3, 3 and 3 respectively. 161 centimeter, 0.161 centimeter, 0.061 centimeter, 161 centimeter എല്ലാം നോൺ സീറോ നമ്പേഴ്സ് അല്ലേ. സോ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. നൗ 0.161 ആ 0 കിടക്കുന്നത് നോൺ സീറോ നമ്പറിന്റെ ഫ്രണ്ടിലല്ലേ. സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ലല്ലേ. സോ ഇവിടെയും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അടുത്തത് 0.0161. ഓക്കെ, 0 കിടക്കുന്നത് നോൺ സീറോ നമ്പറിന്റെ ഫ്രണ്ടിൽ അല്ലേടാ മക്കളെ. സിഗ്നിഫിക്കൻ്റ് ആവോ? സിഗ്നിഫിക്കൻ്റ് ആവില്ല. സോ ഇവിടെയും എന്തേ ഉള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. സോ 3 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവാണ്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതിനു മുന്നേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 50 days ലൈവ് ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. പെർ ഡേ ഒരു 3 hours ലൈവ് സെക്ഷന്, ബാക്കിയുള്ളത് എക്സാമുകൾ, മോക്കുകൾ എല്ലാത്തിനും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വേവിത പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മോക്ക് എക്സാമുകൾ ഉണ്ടാവും. ഈ ഒരു സെക്ഷൻ കഴിയുന്നതേ അവിടെ മോക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കള് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവാണ്ട് എക്സാം മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം കേട്ടോ. എക്സാം അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ മക്കള് ഇത് കഴിയുന്നതേ എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. സോ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഫസ്റ്റത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് പ്രപ്പോസ് ചെയ്തത് ഡാനി ലാവോയിസർ ആണ്. വളരെ സിമ്പിളാടാ. നമുക്ക് അതിനു വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഒരു
പാത്രത്തിൽ കുറച്ച് ഐസ് എടുക്കുന്നുണ്ട്, ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട് കണ്ടോ, ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ ഐസ് ക്യൂബിന്റെ വെയിറ്റ് എടുക്കാൻ പോകും. അപ്പൊ ഞാനൊരു ബീക്കറിൽ ഈ ഐസ് ക്യൂബിനെ എല്ലാം കൂടെ എടുത്തു. അവരുടെ വെയിറ്റ് നോക്കുമ്പോൾ 200 ഗ്രാം ഉണ്ട്. ഓക്കെ, 200 ഗ്രാം ഉണ്ട് നമ്മുടെ ഐസ് എന്ന് പറയുന്നത്. ഇനി ഞാനിതിനെ പതുക്കെ ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവും അല്ലേ. ഇനി ഞാൻ ഈ വാട്ടറിന്റെ വെയിറ്റ് എടുക്കാൻ പോവാം. വാട്ടറിന്റെ വെയിറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും 200 ഗ്രാമാ. അപ്പൊ ഞാൻ 200 ഗ്രാം ഐസ് എടുത്ത് മെൽറ്റ് ചെയ്തപ്പോ അവിടെ 200 ഗ്രാം വാട്ടർ ഉണ്ടായല്ലേ. 200 ഗ്രാം ഐസ് എടുത്തപ്പോ അവിടെ 200 ഗ്രാം വാട്ടർ ഉണ്ടായി. ഇത്രേ ഉള്ളടാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് വെച്ചാൽ റിയാക്റ്റന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, റിയാക്റ്റന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അന്റോണി ലാവോയിസർ പറഞ്ഞു, ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും കെമിക്കൽ ചേഞ്ച് ആണെങ്കിലും there is no net change in mass during the process. അതായത് matter can neither be created nor be destroyed. ഓക്കെ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് കേട്ടോ. സോ മാറ്ററിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, റിയാക്റ്റന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് ബാലൻസ് ചെയ്യത്തില്ലേ, ഈ ബാലൻസ് ചെയ്യുന്നത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതൊക്കെ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചല്ലോ, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ അല്ലേ? സോ നമ്മളൊരു ലോ പഠിച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, സോ 1 mass of silver nitrate will react with a 5.85 gram of sodium chloride to produce 14.35 gram of silver chloride and 8.5 gram of silver nitrate if law of conservation of mass is true. Okay, ഒന്ന് പ്രോബ്ലം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഏത് പ്രോബ്ലം കിട്ടുമ്പോഴും കെമിസ്ട്രിയിലെ നീറ്റ് എക്സാം സിമ്പിൾ ആയിരിക്കും മക്കളെ. നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യണം. എത്ര പ്രോബ്ലം ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി കൂടും കേട്ടോ. സോ what mass of silver nitrate will react with a 5.85 gram of sodium chloride to produce 14.35 gram of sodium chloride and 8.5 gram of silver nitrate if law of conservation of mass is true. ആദ്യം തന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതാം. സിൽവർ നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും ഫോം ചെയ്യും. ഓക്കെ, സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യും കേട്ടോ. സോ AgNO3 പ്ലസ് NaCl ഗിവിംഗ് AgCl പ്ലസ് NaNO3. ഇവിടെ സിൽവർ നൈട്രേറ്റിന്റെ മാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോഡിയം ക്ലോറൈഡിന്റെ മാസും സിൽവർ ക്ലോറൈഡിന്റെ മാസും സോഡിയം നൈട്രേറ്റിന്റെ മാസും എല്ലാം തന്നിട്ടുണ്ട്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് എന്താ, റിയാക്റ്റന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും അല്ലെ. പ്രൊഡക്റ്റിന്റെ മാസും റിയാക്റ്റന്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. സോ ലോ ഓഫ് കൺസർവേഷൻ ഒബേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചുമ്മാ ആഡ് ചെയ്താൽ പോരെ. സോ x plus 5.85 will be equal to 14.35 plus 8.5. x കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, പ്രൊഡക്റ്റിന്റെ മാസ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 5.85 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 17 gram. 17 gram. ക്ലിയർ അല്ലേ മക്കൾക്ക്? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഡസ് നോട്ട് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം കേട്ടോ. ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, H2. അപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് സൈഡില്. ഇനി ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അവിടെ ഒബേ ചെയ്യും. ഇനി അടുത്ത നോക്കിയേ, H2 പ്ലസ് O, 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഒബേ ചെയ്യോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഒബേ ചെയ്യത്തില്ല കേട്ടോ. സോ അടുത്തത് ഹൈഡ്രജൻ പ്ലസ് O2 ഗിവിംഗ് H2O, 2 ഹൈഡ്രജൻ. നമ്മുടെ ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്,
ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ. സോ ഒബേ ചെയ്യോ? ഒബേ ചെയ്തില്ല കേട്ടോ. സോ ബോത്ത് ബി ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കൾക്ക്? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നതാണ്, എല്ലാം സെറ്റ്. ഈ ഒരു ലോ സെറ്റ് ആണല്ലോ. സോ നമ്മൾ ഇനി അടുത്ത ലോയിലേക്ക് പോവാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത് ജോസഫ് പ്രൗസ്റ്റ് ആണ്. ജോസഫ് പ്രൗസ്റ്റ്. ഓക്കെ, സോ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അനുസരിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. A given compound always contain exactly the same proportion of elements by weight. ഒന്നുമില്ല, ഇപ്പം ഞാൻ വെള്ളം എടുക്കുകയാണ്, ഞാൻ പോയി വെള്ളം കുറച്ച് വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്താലും, ഞാൻ പോയി ഒരു പുഴയിൽ നിന്ന് വെള്ളം എടുത്താലും, വാട്ടർ എന്ന് പറയുന്നത് H2O അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് H2O ആണ് അല്ലേ? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാ? 1 ആണല്ലേ? 1 ആണ്. സോ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 × 1. സോ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 × 1 ആയിരിക്കും. ആൻഡ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാ? മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാ? 16 ആണ് കേട്ടോ. സോ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആയിരിക്കും. നിങ്ങൾ പോയി വെള്ളം കിണറ്റിൽ നിന്ന് എടുത്താലും പുഴയിൽ നിന്ന് എടുത്താലും വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്താലും എവിടെ നിന്ന് എടുത്താലും ഈ വാട്ടറിനകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആയിരിക്കും. 1:8 ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. A given compound always contain exactly the same proportion of elements by weight. Okay, very good. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. Irrespective of the source, pure sample of water always yield 88.89% of mass of oxygen and 11.11% mass of hydrogen. This is explained by law of definite proportion, multiple proportion, conservation of mass, constant volume. വെള്ളം എവിടുന്ന് മുക്കിയെടുത്താലും 88.89% ഓക്സിജൻ ആയിരിക്കും, ബാക്കി പെർസെൻറ്റേജ് ഹൈഡ്രജൻ ആയിരിക്കും. ഏത് ലോയാ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് നമ്മുടെ ജോൺ ഡാൽട്ടൺ ആണ് കേട്ടോ. ജോൺ ഡാൽട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ജോൺ ഡാൽട്ടൺ. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരെ പ്രപ്പോസ് ചെയ്തേ? ഡോണി ലാവോയിസർ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ജോസഫ് പ്രൗസ്റ്റ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ജോൺ ഡാൽട്ടൺ. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. 2 എലമെന്റ്സ് ഉണ്ട്. ഈ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് 2 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ ആളുടെ മാസ് ചേഞ്ച് ആവും. ഇങ്ങനെ ചേഞ്ച് ആവുന്ന ആൾക്കാരുടെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് it will be a simple whole number. Okay അല്ലേ? So if 2 elements can combine to form more than one compound, the masses of one element that combine with the fixed mass of other element are in the ratio of a simple whole number. Okay, are in the ratio of a simple whole number. Okay അല്ലേ? സോ ഒരു പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താൽ അവിടെ വാട്ടറും ഫോം ചെയ്യും, ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യും, H2Oയും H2O2 ഫോം ചെയ്യും. ഓക്കെ, സോ H2O ഉണ്ട്, H2O2 ഉണ്ട്, H2O ഉണ്ട്, H2O2 ഉണ്ട്. ഇനി H2O2 ആകുമ്പോൾ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 ആൻഡ് 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇവരുടെ മാസ് എന്ന് പറയുന്നത് 2 × 16 32 ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയേ, ഹൈഡ്രജന്റെ മാസ് ഇവിടെ ഫിക്സ്ഡ് ആണ്, ഓക്സിജന്റെ മാസ് മാറിയില്ലേ? ഒരിടത്ത് 16, ഒരിടത്ത് 32. ഇനി ഇവരുടെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കിയേ. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 16:32 ആയിരിക്കും അല്ലെ? 16:32. 16:32 നമുക്ക് കട്ട് ഷോർട്ട് ചെയ്താൽ 1:2 കിട്ടും. സോ ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആയിരുന്നു, മറ്റൊരാളുടെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയാ. ക്ലിയർ ആണോ?
If two elements can combine to form more than one compound, the masses of one element that combine with the fixed mass of other element are in the ratio of a simple whole number. വേറൊരു എക്സാമ്പിൾ ആണ്. കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. ഇവിടെ കാർബണിന്റെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 16:32, അതായത് 1:2 ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തത് കേട്ടോ. ഓക്കെ, so the formation of carbon monoxide and carbon dioxide illustrate the law of option A, law of multiple proportion, option B, law of reciprocal proportion, option C, law of definite proportion, option D, law of conservation of mass. Okay, the law is correct. Law of multiple proportion ആണ് കേട്ടോ. law of multiple proportion ആണ് correct. Okay, very good. So നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം ഈ ഒരു ലോയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്സ് ഇല്ലുസ്ട്രേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ? H2O D2O എലമെന്റ്സ് ഡിഫറെന്റ് ആണല്ലേ, ഒബേ ചെയ്യത്തില്ല. അടുത്തത് KOHും CaOയും എലമെന്റ്സ് ഡിഫറെന്റ് ആണ്. KClഉം KBrഉം തെറ്റാണ്. SnCl2ഉം SnCl4ഉം ഓക്കെ, ഇവിടെ രണ്ടും എലമെന്റ്സ് സെയിം ആണ്. ക്ലോറിന്റെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2:4 റേഷ്യോയിൽ വരും കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഭിനവ് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇനി അടുത്ത ലോയിലേക്ക് പോവാണ്. നമ്മുടെ ഫോർത്ത് ലോ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം ഒന്നുമല്ല, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പ്രപ്പോസ് ചെയ്തത് ആരായിരിക്കും? ഇവിടെ ഗേ-ലുസാക്ക് ആയിരിക്കും കേട്ടോ. ഗേ-ലുസാക്ക് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഗേഷ്യസ് റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ റിയാക്ടന്റും പ്രൊഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, at constant temperature and pressure, when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume. Simple ratio ആയിരിക്കും ആൾക്കാർ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ അപ്പുറത്ത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗേഷ്യസ് റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തു, വാട്ടർ ഫോം ചെയ്തു, H2O ഫോം ചെയ്തു. അപ്പൊ ഇവരുടെ വോളിയത്തിന്റെ റേഷ്യോ H2 + O2 ഗിവിങ് H2O. ഇവരുടെ ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാ? 2H2 + O2 ഗിവിങ് 2H2 എന്നാണ് അല്ലേ. അപ്പൊ ഇവരുടെ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1:2 ആയിരിക്കും. 2:1:2 ആണ് ഇവരുടെ വോളിയത്തിന്റെ റേഷ്യോ. അതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മുടെ ലാസ്റ്റ് ലോയിലേക്ക് പോവാണ്, അവോഗാഡ്രോസ് ലോ. ഓക്കെ, അവോഗാഡ്രോ പ്രപ്പോസ് ചെയ്ത ലോയാണ് അവോഗാഡ്രോസ് ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ലോയാണ് അല്ലേ അവോഗാഡ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ട്. അവരുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അവരുടെ പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, പ്രഷറും കോൺസ്റ്റന്റ് ആണ്, അവരുടെ വോളിയം ഈക്വൽ ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഈവൻ ദോ രണ്ട് ഗ്യാസും ഡിഫറെൻ്റ് ആണെങ്കിലും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, പ്രഷറും കോൺസ്റ്റന്റ് ആണ്, അവരുടെ വോളിയവും സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ നോക്കി, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, തൊട്ടപ്പുറത്ത് നൈട്രജൻ ഗ്യാസ് ഉണ്ട്, ടെമ്പറേച്ചർ സെയിമാ, പ്രഷർ സെയിമാ, അവരുടെ വോളിയം എന്ന് പറയുന്നതും സെയിമാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസും ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. V = N ആയിരിക്കും. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആ, പ്രഷർ കോൺസ്റ്റന്റ് ആ, രണ്ടുപേരുടെയും വോളിയം അവിടെ സെയിം ആ, അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അവോഗാഡ്രോസ് ലോ ഓക്കെ ആണോ? സോ 5 ലോസ് പഠിച്ചു. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് 5 ലോ പഠിച്ചു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചു.
ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിച്ചു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പഠിച്ചു, ഗേ-ലുസാക്സ് ലോ പഠിച്ചു, അവോഗാഡ്രോസ് ലോ പഠിച്ചു. 5 ലോകൾ പഠിച്ചു. 5 ലോസ് സെറ്റ് ആണെങ്കിൽ മക്കളൊന്ന് കമന്റ് ചെയ്തേ. 5 ലോയും സെറ്റ് ആണെങ്കിൽ എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മൾ ഇനി അടുത്ത കാര്യം പഠിക്കാൻ പോവാണ്. അതിനു മുന്നേ മിസ് ഒന്നുകൂടെ പറയാണ്, നീറ്റിന്റെ ലൈവ് ക്ലാസ് 50 days ലൈവ് ക്ലാസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നമ്മൾ സെറ്റ് ആക്കൂടാ. നമ്മൾ എന്തായാലും മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും നെക്സ്റ്റ് ഇയർ. സോ നമ്മൾ അത് ഉറപ്പിച്ചങ്ങ് പോവാണ്. അപ്പൊ ഈ 50 days ലൈവിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം കേട്ടോ. യെസ്. സോ നമ്മൾ അടുത്ത പഠിക്കാൻ പോവാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ചില്ലേ, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ പഠിക്കാനായിട്ട് പോകുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇത്രേ ഉള്ളൂ. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലേ. ഈ മാറ്ററിനകത്തുള്ള ആറ്റംസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ഓക്കെ, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഫസ്റ്റത്തേത് ആറ്റം ഇൻഡിവിസിബിൾ ആണ്. ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തു കേട്ടോ. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. ഫസ്റ്റത്തെ ക്ലിയർ ആണല്ലോ, ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റൂല. രണ്ടാമത്തേത് ഓരോ എലമെന്റ്സിന്റെയും ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഇപ്പൊ എനിക്ക് നൈട്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഈ നൈട്രജന്റെ എലമെന്റുകളുടെ എല്ലാ ആറ്റത്തിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അവരുടെ കളറും ഷേപ്പും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്നാ ഇവിടെ ഞാൻ തൊട്ടപ്പുറത്ത് ഹൈഡ്രജന്റെ ആറ്റം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ എലമെന്റിന്റെ ആറ്റം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, നൈട്രജന്റെ ആറ്റത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് സെക്കൻഡ് വണ്. ഓക്കെ, ഒരാറ്റം ഒരു സെയിം എലമെന്റിന്റെ ആറ്റത്തിന് സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റത്തിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ ഉണ്ടാവും, സെറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ 50 ദിവസം ലൈവിൽ കാണണം കേട്ടോ, ഇതേ എനർജി തന്നെ. So all atoms of a given element have identical properties. Atoms of different element have different properties. Appo all atoms of the given element have identical properties. Atoms of different elements have different properties. Adutha endha, compounds are formed when atoms of different elements combine in a fixed ratio. നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ പഠിച്ചു. ആ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അവരുടെ എലമെന്റ്സിന്റെ മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയും തന്നെ പറയുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റം. ഒന്നുമില്ല, മാറ്റർ ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇല്ലേ, സെയിം സാധനം തന്നെയാണ് കേട്ടോ. സോ ഈ 4 പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത ആറ്റം വെച്ചിട്ടാണ്. ഓരോ എലമെന്റിനെയും ആറ്റംസിന് സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. മാറ്ററിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഒരു റീഓർഗനൈസേഷൻ ആണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ ഈ 4 പോയിന്റും ക്ലിയർ ആയി. ഈ 4 പോയിന്റ് വെച്ചിട്ട് ഈ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി നമുക്ക് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്നാ നമ്മുടെ ഗേഷ്യസ് വോളിയം, ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ റീസൺ കൊടുക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റില്ല, നമ്മുടെ ഡാൾട്ടനെ കൊണ്ട് പറ്റിയില്ല. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന് പ്രോബ്ലം വന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കേട്ടോ. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ നിന്നാണ് നമ്മൾ നീറ്റ് 2025 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നീറ്റ് 2025. സോ നമുക്ക് ആ ഒരു പ്രോബ്ലം നോക്കാം. Dalton's atomic theory could not explain which of the following: law of conservation of mass, law of constant proportion, law of multiple proportion, law of gaseous volume. ഒന്ന് കമന്റ് ചെയ്തേ ഏത് ആൻസർ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് ഏതാ? കൺസർവേഷൻ ഓഫ് മാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയല്ലേ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷന്റെ വേറെ പേരാണ് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയോ? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റി. അടുത്തത് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയോ? ഇല്ല കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ?
സോ നമ്മുടെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയുടെ പോർഷൻ കഴിഞ്ഞു. നമ്മളിനി അടുത്തത് പഠിക്കാനായിട്ട് പോവാണ്. അടുത്തതാണ് അറ്റോമിക് മാസ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അറ്റോമിക് മാസത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറ്റോമിക് മാസ്, ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ കോമൺലി അറ്റോമിക് മാസ് പറയുന്നത് ഒരാളെ കമ്പയർ ചെയ്തിട്ടാ. ഇപ്പോൾ ഹൈഡ്രജനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എലമെന്റ് ഹൈഡ്രജനേക്കാൾ എത്ര ടൈംസ് ഹെവിയർ ആണ്, അങ്ങനെയാണ് നമ്മൾ അറ്റോമിക് മാസ് കോമൺലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. Scientists could determine the mass of one atom relative to another by experimental means. അതായത് ഒരു എലമെന്റിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേയാള് എത്ര ടൈംസ് ഹെവിയർ ആണെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ സയന്റിസ്റ്റ് ആദ്യം കമ്പയർ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തത് നമ്മുടെ ഹൈഡ്രജനെയാണ്. ഹൈഡ്രജൻ ആകുമ്പോൾ നമ്മുടെ ലൈറ്റസ്റ്റ് എലമെന്റ് അല്ലേ. സോ നമ്മുടെ സയന്റിസ്റ്റ് എന്ത് വിചാരിച്ചു, ഓക്കേടാ നമുക്ക് ഹൈഡ്രജനെ വെച്ച് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് സെറ്റ് ആയില്ല കേട്ടോ. സോ എന്ത് ചെയ്തു, അത് തള്ളി കളഞ്ഞു, സക്സസ്ഫുൾ അല്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ നമ്മുടെ അറ്റോമിക് മാസ് അസൈൻ ചെയ്യുന്നത് നമ്മുടെ കാർബൺ 12നെ വെച്ചിട്ട്. കാർബൺ 12 ആണ് നമ്മുടെ ഹീറോ കേട്ടോ. ഇത്രയേ ഉള്ളൂ. കാർബൺ 12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ 12നെ വെച്ചിട്ട് ഇപ്പോൾ ഒരു എലമെന്റ് എടുക്കുക. ആ എലമെന്റ് എന്ന് പറയുന്നത് 1/12 മാസ് ഓഫ് കാർബൺ 12നെ വെച്ച് നോക്കുമ്പോൾ എത്ര ടൈംസ് ഹെവിയർ ആണ്, അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് number which expresses how many times the mass of one atom of an element is heavier as compared to 1/12 of a carbon 12 atom. ഒരു കാർബൺ 12 എടുക്കുക, അതിനെ 12 പാർട്ട് ആക്കുക. ഇനി ബാക്കിയുള്ള എലമെന്റ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്ന നമ്മുടെ അറ്റോമിക് മാസ് മെഷർ ചെയ്യുന്നത് ഈ ഒരു പാർട്ട് വെച്ചിട്ടാ. 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം വെച്ചിട്ടാ. ഈ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ AMU നമ്മളിപ്പോ പറയുമല്ലേ, നമ്മുടെ ഹൈഡ്രജന്റെ മാസ് 1 AMU ആണ്, കാർബണിന്റെ മാസ് 12 AMU ആണെന്നൊക്കെ പറയത്തില്ലേ. സോ കമ്പാരിസൺ ആണ് കേട്ടോ. ഈ AMUന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.66056 × 10⁻⁻24 ഗ്രാം ആണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ AMU കിട്ടി. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സിസ്റ്റം അനുസരിച്ച് AMU മാറ്റിയിട്ട് നമ്മൾ U ആണ് കേട്ടോ, യൂണിഫൈഡ് മാസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അറ്റോമിക് മാസ് സെറ്റ് ആണോ? ക്ലിയർ ആണോ? അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഒരു കാർബൺ 12 1 AMUനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എലമെന്റ് എത്ര ടൈംസ് ഹെവിയർ ആണ്, അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1.6736 × 10⁻⁻24 ഗ്രാം. കാൽക്കുലേറ്റ് ദ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ AMU. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. AMUവിൽ കണ്ടുപിടിക്കണം. AMUവിന്റെ വാല്യൂ എത്രയായിരുന്നു? 1.66056 × 10⁻⁻24. AMUവിന്റെ വാല്യൂ പഠിച്ചു വെക്കണം കേട്ടോ. സോ ഒന്നുമില്ലടാ മക്കളെ, അറ്റോമിക് മാസ് കാണാനായിട്ട് തന്നിരിക്കുന്ന മാസിനെ AMU വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. So mass of hydrogen atom in AMU will be 1.6736 × 10⁻⁻24 divided by 1.66056 × 10⁻⁻24, and that will give you 1.0078 as the final answer. Okay. So കിട്ടിയല്ലോ. ഇനി നമ്മൾ ആവറേജ് അറ്റോമിക് മാസ്, ഇവനാണ് കൂട്ടത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ ആള് കേട്ടോ. ആവറേജ് അറ്റോമിക് മാസ്, നമ്മുടെ എലമെന്റ്സ് എല്ലാം ബേസിക്കലി ഐസോടോപ്പുകൾ ഉണ്ടാവും. എന്താ ഐസോടോപ്പ്? എന്താ? ഓക്കെ, ഐസോടോപ്പുകൾ എന്താ? ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക് നമ്പർ ഉള്ള എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. അവിടെ കണ്ടോ, സെയിം അറ്റോമിക് നമ്പർ ആണ്, മാസ് നമ്പേഴ്സ്
ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഐസോടോപ്പുകൾ തന്നിട്ട് അവരുടെ ആവറേജ് അറ്റോമിക് മാസ് കാണാനായിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. നീറ്റിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് അറ്റോമിക് മാസിൽ നിന്ന് ഈ ആവറേജ് അറ്റോമിക് മാസ് ആണ് ചോദിക്കുക. സോ അതിനൊരു ഫോർമുലയുണ്ട്. ആവറേജ് അറ്റോമിക് മാസ് കാണാനായിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് അബണ്ടൻസ് തന്നിട്ടുണ്ടാവും. So percentage of abundance of A divided by 100 into atomic mass of A plus percentage of abundance of B divided by 100 into atomic mass of B. So percentage of abundance 100 വെച്ച് ഡിവൈഡ് ചെയ്യുക into atomic mass. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കിട്ടും കേട്ടോ. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ യൂസിങ് ദ ടേബിൾ ഗിവൺ ബിലോ. നമുക്ക് ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. റിലേറ്റീവ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസുകളും തന്നിട്ടുണ്ട്. സോ റിലേറ്റീവ് അബണ്ടൻസ് ഉണ്ട്, അറ്റോമിക് മാസുകളുണ്ട്. ഈസി ആയിട്ട് കാണാല്ലേ, നമ്മുടെ കയ്യിൽ ഫോർമുല കിടക്കല്ലേ, ആ ഫോർമുല എങ്ങനെ യൂസ് ചെയ്താൽ പോരെ. സോ പെർസെൻറ്റേജ് അബണ്ടൻസ് കാണാനുള്ള ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെർസെൻറ്റേജ് അബണ്ടൻസിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുക, അറ്റോമിക് മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. സോ കാർബൺ 12ന്റെ പെർസെൻറ്റേജ് റിലേറ്റീവ് അബണ്ടൻസിന്റെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 പ്ലസ് പെർസെൻറ്റേജ് റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് കാർബൺ 13 by 100 into atomic mass of C13 plus carbon 14ന്റെ റിലേറ്റീവ് അബണ്ടൻസിന്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 into atomic mass of carbon 14. സോ നമുക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം and the final answer will be 12.0001 U. ഓക്കെ അല്ലേ? സോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോവാണ് മോളിക്കുലാർ മാസ്. അപ്പോൾ അറ്റോമിക് മാസ് പഠിച്ചു, ആവറേജ് അറ്റോമിക് മാസ് പഠിച്ചു, ലാസ്റ്റ് വൺ മോളിക്കുലാർ മാസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ മോളിക്കുലാർ മാസിൽ. മോളിക്കുലാർ മാസിൽ ഇത്രയേ പഠിക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞല്ലേ എലമെന്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാ അറ്റോമിക് മാസിന്റെ സമ്മാണ് എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. It is the sum of atomic masses of all elements present in the molecule. Sum of atomic mass of all elements present in the molecule. അതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് വിളിക്കുക. മോളിക്കുലാർ മാസ്. ഓക്കെ അല്ലേ? സോ ഇപ്പൊ CH4 എന്ന് പറയുന്ന ആളുണ്ട്. CH4ന്റെ മോളിക്കുലാർ മാസ് കാണാൻ ചോദിക്കാണ്. എങ്ങനെ കാണും? കാർബണിന്റെ അറ്റോമിക് മാസ് പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ടല്ലേ. സോ 4 into atomic mass of hydrogen. So carbon atomic mass നമുക്കറിയാം, it's 12.011 plus 4 into hydrogen atomic mass ആണ് കേട്ടോ. So it will give you 16.043 U. One more example, water H2O. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കാണണം. 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണല്ലേ. സോ 2 into 1 plus oxygen atomic mass എത്രയാ? 16. So 18 എന്ന് കിട്ടും കേട്ടോ. 18 U ആയിരിക്കും നമ്മുടെ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ C6H12O6. C6H12O6. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് കാണണം. എങ്ങനെ കാണും? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? ഓക്കെ 12 ആണല്ലേ. സോ 6 കാർബൺ ഉണ്ട്. സോ 6 into 12 പ്ലസ് 12 ഹൈഡ്രജൻ ഉണ്ട്. സോ 12 ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. സോ 12 into 1 പ്ലസ് 6 into 16 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക 180.162 U ആണ് കേട്ടോ. സോ അത്രയേ ഉള്ളൂ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. സോ അറ്റോമിക് മാസ് പഠിച്ചു, മോളിക്കുലാർ മാസ് പഠിച്ചു, ആവറേജ് അറ്റോമിക് മാസ് പഠിച്ചു. മക്കൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ക്ലിയർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സെറ്റ് ആണ്. ആവണി, അഭിനവ്, ദില്ല് കുറെ പേര് സെറ്റ് ആണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിസ്സ് പറയുകയാണെങ്കിൽ മിസ്സ് പറയും മോൾ കൺസെപ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം മക്കളെ എന്ന്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു മോൾ കൺസെപ്റ്റിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പല വർഷങ്ങളായിട്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നീറ്റിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. നീറ്റിന് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആള്. ഓക്കെ അല്ലേ? സോ നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും മോൾ കൺസെപ്റ്റ് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. സോ നമ്മൾ കടയിലൊക്കെ ചെന്നിട്ട് പറയുമല്ലേ, ചേട്ടാ 1 കിലോ ആപ്പിൾ, അല്ലെങ്കിൽ 1 ഡസൻ മുട്ടതാ, അല്ലെങ്കിൽ 1 ലിറ്റർ പാല് ഇതാന്നൊക്കെ പറയാം അല്ലേ. ഇതൊക്കെ എന്താണ്? ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്നതാണ് അല്ലേ. 1 കിലോ ആപ്പിളോ 1 ഡസൻ എഗ്ഗോ അല്ലെങ്കിൽ 1 ലിറ്റർ മിൽക്ക് എന്നൊക്കെ പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന ആൾക്കാരാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന അതേ ആൾ തന്നെ ഈ മോൾ എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന ആളാണ് മോളേന്ന് വിളിക്കും, മോൾ കേട്ടോ. സോ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലാണോ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത്, ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. ഓക്കെ, സോ എൻ്റെ അടുത്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്, എൻ്റെ പാർട്ടിക്കിൾസിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഞാൻ വിളിക്കും മോൾ എന്ന് വിളിക്കും കേട്ടോ. ഇറ്റ്സ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി അവോഗാഡ്രോ നമ്പറിന്റെ വാല്യൂ അറിയത്തില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ 6.022 × 10⁻23 ആണ് കേട്ടോ. 6.022 × 10⁻23 ടഫ് പോർഷൻ ആണ് മാം. ടഫ് പോർഷൻ ഒന്നും അല്ലടാ, സിമ്പിളാ. മോൾ കോൺസെപ്റ്റ് ഒക്കെ ഒന്നുമില്ല, ഭയങ്കര 2 ഫോർമുല പഠിച്ചാ ചുമ്മാ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ മോൾ കോൺസെപ്റ്റ്. ഒന്നുമില്ല, സിമ്പിൾ, നിസ്സാരം. സോ മോൾ കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ പറയാണ് എൻ്റെ അടുത്ത് 1 മോൾ ഉണ്ട് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ആ മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് പറയാണ് എൻ്റെ കയ്യിൽ 2 മോൾ പാർട്ടിക്കിൾസ് ഉണ്ട്. 2 മോൾ ആണെങ്കിൽ 2 ടൈംസ് അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടാവും കേട്ടോ. ഇനി 3 മോൾ ആണെങ്കിലോ 3 × 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. 4 മോൾ ആണെങ്കിൽ 4 × 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പറയാണ് എൻ്റെ കയ്യിൽ 1 മോള് പ്യോർ ഗോൾഡ് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്യോർ ഗോൾഡിനകത്ത് എന്തുണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് ഗോൾഡ് ആറ്റംസ് ഉണ്ടാവും. ഇനി ഞാൻ പറയാണ് എൻ്റെ കയ്യിൽ 1 മോൾ പ്യോർ വാട്ടർ ഇരിപ്പുണ്ട്. 1 മോൾ പ്യോർ വാട്ടർ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ അവോഗാഡ്രോ നമ്പറിന്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മ വേണം. 6.022 × 10⁻23. 6.022 × 10⁻23. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസ് നമ്മൾ സെറ്റ് ആക്കി. എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലാണോ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഇനി നമ്മൾ വോളിയത്തിന്റെ പേരിൽ പഠിക്കുകയാണ്. എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണോ 22.4 ലിറ്റർ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. ഓക്കെ, എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണോ 22.4 ലിറ്റർ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത്, അതാണ് മോൾ എന്ന് പറയുന്നത്. മോൾ. നൗ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആളുടെ മാസ് മോളിക്കുലാർ മാസിനോട് ഈക്വൽ ആവുന്നത്, അത് മോളാണ് കേട്ടോ. അപ്പൊ 3 എണ്ണം ഉണ്ട്. എപ്പോഴാണോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അവോഗാഡ്രോ നമ്പർ ആവുന്നത്, അത് മോള്. എപ്പോഴാണോ നമ്മുടെ സബ്സ്റ്റൻസ് 22.4 ലിറ്റർ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത്, അതും മോള്. ഇനി എപ്പോഴാണോ മാസ് മോളിക്കുലാർ മാസിനോട് ഈക്വൽ ആവുന്നത്, അതും മോള്. ഓക്കെ അല്ലേ? സോ നമുക്ക് മോൾ എന്താന്ന് പഠിച്ചില്ലെങ്കിലും 3 ഫോർമുല പഠിക്കാനുണ്ട്. ഫസ്റ്റത്തേത് നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇമ്പോർട്ടൻ്റ് ആടാ മക്കളെ. ഈ ഒരു ഫോർമുല അറിഞ്ഞേ പറ്റൂ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, അടുത്ത ഫോർമുല നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വോളിയമാണ് തന്നിരിക്കുന്നത്. വോളിയമാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. 22.4 ലിറ്റർ. ഇനി വോളിയവും അല്ല മാസും അല്ല,
നമ്മുടെ ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ number of moles will be number of molecules divided by Avogadro number 6.022 into 10 raised to 23. 6.022 into 10 raised to 23. So number of moles will be given mass divided by molar mass. Number of moles will be given volume divided by 22.4. And number of moles will be number of molecules divided by Avogadro number. ഈ ഒരു 3 ഫോർമുല നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഒന്ന് പഠിച്ചേ. Number of moles will be given mass divided by molar mass. Number of moles will be given volume divided by 22.4. Number of moles will be number of molecules divided by Avogadro number. 3 ഫോർമുല, ഈ ഒരു 3 ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് നീറ്റ് എക്സാമിന് വരുന്ന ഒരു പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു 3 ഫോർമുല. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. How many moles of NaOH are present in 160 gram of it? 160 gram NaOH എത്ര മോൾസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. 160 gram NaOH എത്ര മോൾസ് ഉണ്ട്? ഗിവൺ മാസ് തന്നിട്ടുണ്ട്. NaOH അല്ലേ, നമുക്ക് മോളാർ മാസ് കാണാൻ പാടില്ലേ? മോളാർ മാസ് കാണാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളാർ മാസ് കാണാം. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഏത് ഫോർമുല യൂസ് ചെയ്യും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ ഫസ്റ്റ് നമുക്ക് NaOHന്റെ മോളാർ മാസ് കാണാം. NaOH സോഡിയത്തിന്റെ അറ്റോമിക് മാസ് പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. സോ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് മക്കൾക്ക് അറിയത്തില്ലെങ്കിൽ 23 ആണ് കേട്ടോ. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. സോ മോളിക്കുലാർ മാസ് will be 23 plus 16 plus 1 and that will give you 40. So moles will be given mass divided by molar mass. 160 by 40. 160 by 40. 16 by 4. 4 moles ആയിരിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നല്ലേ? യാ. സോ അടുത്ത പ്രോബ്ലം. What is the mass in grams of 2.5 moles of cycle and CaOH dyes? What is the mass in gram of 2.5 moles of slaked lime CaOH dyes? CaOH dyes ആണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. 2.5 മോള്. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2.5 ആ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരെയാ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? സോ മാസ് കാണാൻ നമ്പർ ഓഫ് മോൾസിനെ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സിമ്പിൾ ആണ് അല്ലേ? ഒരു ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. സോ മാസ് ഓഫ് 1 മോൾ ഓഫ് സ്ലേക്ഡ് ലൈം എന്ന് പറയുന്നത് CaOH dyes ആണ്. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40 ആണ്. 40 പ്ലസ് 2 OH ഉണ്ട്. സോ 2 into ഓക്സിജന്റെ 16ഉം ഹൈഡ്രജന്റെ 1ഉം. സോ ദാറ്റ് വിൽ ഗിവ് യു 74 gram. 74 gram എന്ന് കിട്ടും. സോ നൗ 2.5 മോൾസിൽ 2.5 into 74 ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു 185 gram എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ 2.5 moles of CaOH dyes weight 185 gram. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇത് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലേക്കുള്ള ഒരു എൻട്രി പോലെ വെച്ചതാണ്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ദിസ് ടൈപ്പ്, ഇതാണ് നമുക്ക് വേണ്ട ആള് കേട്ടോ. So larger number of molecules is present in 36 gram H2O. നമുക്ക് ബ്രാക്കറ്റിൽ നമ്മുടെ മോളാർ മാസ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. Now 28 gram of CO molar mass 28, 46 gram of ethyl alcohol and 54 gram N2O3. നമുക്ക് 4 പേരെ തന്നിട്ടുണ്ട്. ഈ 4 പേരിൽ ആർക്കാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി അല്ലേ? അപ്പൊ ആർക്കാണോ നമ്പർ ഓഫ് മോൾസ് കൂടുന്നത്, ആർക്കാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, അവർക്ക് നമ്പർ ഓഫ് മോൾസിന്റെ അവോഗാഡ്രോ നമ്പർ കൂടുതലായിരിക്കും അല്ലേ? സോ ബേസിക്കലി ഇത്രയും ഉള്ളടാ മക്കളെ. ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാം. ആർക്കാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, അവർക്ക് എന്തായിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലായിരിക്കും. സോ 36 gram H2O നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്.
So it will be 36 by 18. 36 by 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. So number of moles 2 ആണെങ്കിൽ number of molecules എന്തായിരിക്കും? 2 into Avogadro number ആയിരിക്കും. 2 into Avogadro number. അടുത്ത ആൾ ആരായിരുന്നു? Number of moles in 28 grams CO. Molar mass ഒക്കെ ബ്രാക്കറ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. So we are safe. So number of moles will be given mass by molar mass. ഈ ഫോർമുല മിസ് ഇത്രയും പ്രാവശ്യം പറയുന്നത് എന്തിനു വേണ്ടിയായി? ഫോർമുല നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. So it will be 28 by 28. So it will be 1. Okay, മിസ് ഇത് അഭിനവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് അഭിനവ്. So അടുത്തത് number of molecules അപ്പോൾ എന്തായിരിക്കും? 1 into Avogadro number ആയിരിക്കും. Now അടുത്ത ethyl alcohol mass 46 ആ, molar mass 46 ആ, ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. Number of molecules എങ്ങനെ കാണും? Given mass divided by molar mass. So 46 by 46 and അത് 1 ആയിരിക്കും. So number of molecules will be 1 into Avogadro number. Now our last option, 54 gram N2O3. 54 gram N2O3. So 54 by 108 molar mass ആണ് കേട്ടോ, ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. So 54 by 108 1 by 2 കിട്ടും അല്ലേ? 1 by 2. So number of molecules will be 1 by 2.5 അല്ലേ? 0.5 Na. നോക്കിക്കേ, ആർക്കാ number of molecules കൂടുതൽ? 2 Na ആണോ? 1 Na ആണോ? 1 Na ആണോ? 0.5 Na ആണോ? ഓപ്ഷൻ എ 36 gram വാട്ടറിലാണ് number of molecules കൂടുതൽ. ക്ലിയർ ആണോ മക്കൾക്ക്? ഈ ഒരു സെക്ഷൻ ക്ലിയർ ആണോ? ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയാണ് കൂടുതൽ അറേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വരും. സോ ഈ ഒരു സെക്ഷൻ, ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്തത് നിസ്സാരക്കാരനല്ല, നീറ്റ് 2025, അതായത് തൊട്ട് മുന്നത്തെ നീറ്റിന് ചോദിച്ച പ്രോബ്ലം ആണ്. സോ മക്കളെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ among the following, choose one with equal number of atoms. Equal number of atoms ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. 212 gram Na2CO3 molar mass 106 gram. 248 gram of Na2O molar mass 62 gram. 240 gram of NaOH molar mass 40 gram. 12 gram H2 molar mass 2 gram and 220 gram CO2 molar mass 44 gram. Okay അല്ലേ? Choose the correct answer from the following option. A, B and C only, A, B and D only, B, C and D only, B, D and E only. മക്കളൊന്ന് ചെയ്തേ, നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല. നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല എന്താ? നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനുള്ള ഫോർമുല പഠിച്ചുള്ള അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണ്. നമ്പർ ഓഫ് മോൾസ് ഓക്കെ, അവോഗാഡ്രോ നമ്പർ ഓക്കെ. എന്താ ഈ അറ്റോമിസിറ്റി? അറ്റോമിസിറ്റി എന്താ? എത്ര പേരുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ Na2CO3, 2 സോഡിയം 1 കാർബൺ 3 ഓക്സിജൻ അല്ലേ? അപ്പൊ അറ്റോമിസിറ്റി 6 ആയിരിക്കും. ഇനി Na2O ആണെങ്കിൽ 2 എണ്ണയും 1 ഓക്സിജനുമാ, അറ്റോമിസിറ്റി 3 ആയിരിക്കും. NaOH ആണെങ്കിൽ Na ഓക്സിജന് ഹൈഡ്രജൻ 3 പേരായിരിക്കും, 3 ആയിരിക്കും അറ്റോമിസിറ്റി. H2 ആകുമ്പോൾ 2 പേരല്ലേ, അറ്റോമിസിറ്റി 2 ആയിരിക്കും. CO2 ആകുമ്പോൾ 1 കാർബണും 2 ഓക്സിജനും, അറ്റോമിസിറ്റി 3 ആയിരിക്കും കേട്ടോ. സോ ഇതായിരിക്കും നമ്മുടെ ആളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അറ്റോമിസിറ്റി അറിയാം, നമ്പർ ഓഫ് മോൾസ് കാണാൻ അറിയാം, അവോഗാഡ്രോ നമ്പറും അറിയാം. ആർക്കൊക്കെയാ സെയിം എന്ന് കാണാൻ പാടില്ലേ? സെയിം എന്ന് കാണാൻ അറിയാം അല്ലെ? സിമ്പിൾ ആണ്. അവോഗാഡ്രോ നമ്പറിന്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അവോഗാഡ്രോ നമ്പറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെറുതെ ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല, എന്നെ ഒന്നും കിട്ടാൽ മതി കേട്ടോ. സോ മാസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ്, മാസും ഗിവൺ മാസും തന്നിട്ടുണ്ട്. ഏത് ഫോർമുല യൂസ് ചെയ്യും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ആദ്യത്തേതിന്റെ നോക്കാം. ആദ്യത്തെ ആരാ? 212 gram of Na2CO3. ഗിവൺ മാസ് ഉണ്ട്, മോളാർ മാസ് ഉണ്ട്, അറ്റോമിസിറ്റി 6 ആണ് അല്ലേ? 2 Na
ഒരു കാർബൺ 3 ഓക്സിജൻ. അറ്റോമിസിറ്റി 6 ആണ്. സോ നമുക്ക് പറയാം ഇറ്റ് വിൽ ബി 212 by 106 into 6 into അവോഗാഡ്രോ നമ്പർ. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 എന്ന് കിട്ടും കേട്ടോ. ഇത് 2 വരും. സോ 6 into 2 12 എന്ന് കിട്ടും. അടുത്തത് 248 gram ഓഫ് Na2O ആണ്. 248 gram. ഗിവൺ മാസ് ഉണ്ട്, മോളാർ മാസ് ഉണ്ട്. Na2O എന്ന് പറയുമ്പോൾ 2 എണ്ണയും 1 ഓക്സിജനും. അറ്റോമിസിറ്റി എന്താ? 3 അല്ലേ? സോ 3 into 248 by 62 into Na. 248 by 62 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 into 3 12 Na. ഇനി ഓപ്ഷൻ സി ഏതാ? ഓപ്ഷൻ സി എന്ന് പറയുന്നത് 240 gram of NaOH ആണ്. 240 gram of NaOH. അപ്പോൾ മോളാർ മാസ് ഉണ്ട്, ഗിവൺ മാസ് ഉണ്ട്. NaOH, Na ഓക്സിജൻ ഹൈഡ്രജൻ 3 പേരില്ലേ? അറ്റോമിസിറ്റി 3 അല്ലേ? സോ 240 by 40 into 3 into Na. സോ 18 Na എന്ന് കിട്ടും. ഇനി അടുത്ത ആളുടെ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി 2 into 12 by 2 into Na. സോ ലാസ്റ്റത്തെ ആളുടെ ചെയ്യുമ്പോൾ 3 into 220 by 44 into Na. 15 Na. ആർക്കൊക്കെ ആ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളതെന്ന് നോക്കിയേ. സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് ഇവിടെ A, B and D. A, B and D ക്കാണ് സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് അല്ലേ? A, B and D ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല എന്താ? Atomicity into number of moles into Avogadro number. Atomicity into number of moles into Avogadro number. Number of moles is given mass divided by molar mass. Clear അല്ലേ? Okay, very good. സോ നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോവാണ്. നീറ്റ് 2024 പ്രോബ്ലംസ് ആണ് കേട്ടോ. നീറ്റ് 2024, 2025 നിന്നും സെയിം സെക്ഷനിൽ നിന്ന് പ്രോബ്ലം, 2024 സെയിം സെക്ഷനിൽ നിന്ന് പ്രോബ്ലം. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു സെക്ഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഈ ഒരു മോൾ കൺസെപ്റ്റ് 2 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സെക്ഷനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്, ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഹയസ്റ്റ് നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഈസ് പ്രസൻറ്റഡ്. 4 moles of helium, 4 U of helium, 4 gram of helium, 2.271098 liter of helium at STP. ആർക്കാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ആദ്യത്തേത് 4 മോളാ. നമ്പർ ഓഫ് മോൾസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 4 into അവോഗാഡ്രോ നമ്പർ. അടുത്തത് 4 U ഓഫ് ഹീലിയം ആണ്. 4 U എന്ന് വെച്ചാൽ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ഗിവൺ മാസ് എന്തായിരിക്കും? അപ്പൊ 4 U ഓഫ് ഹീലിയം ആണ്. അപ്പൊ ഗിവൺ മാസ് 4 ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് നമുക്കറിയാലോ 4 U തന്നെയല്ലേ? സോ 4 by 4 1 ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 into അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അടുത്തത് 4 gram, സെയിം തന്നെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഹീലിയം ആണെങ്കിൽ അവരുടെ അറ്റോമിക് മാസ് 4 ആണ് കേട്ടോ. സോ 4 by 4 1 mole into അവോഗാഡ്രോ നമ്പർ. Now 2.271098 ലിറ്റർ. നമുക്കറിയാലേ ഒരു മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ഓക്യുപ്പൈ ചെയ്യുന്നേ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കാണാൻ 2.27 ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ മതി. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമുക്കറിയാം ഇതെന്തായാലും 1ലേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് എവിടെയാ? ഓപ്ഷൻ എ. 4 മോൾസ് ഓഫ് ഹീലിയത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ എയിലാണ്. ഓക്കെ, നീറ്റ് 2020 ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെയും ഈ ഒരു സെക്ഷൻ റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റം? 1 gram magnesium, atomic mass of magnesium is 24. 1 gram oxygen, atomic mass of oxygen is 16. 1 gram of lithium, atomic mass of lithium is 7. And 1 gram of Ag, atomic mass of Ag is 108. Okay, so number of atoms കാണണം. number of atoms കാണാനുള്ള ഫോർമുല മക്കളൊന്ന് പറഞ്ഞേ. number of atoms will be equal to atomicity into Avogadro number into number of moles അല്ലേ? number of moles into Avogadro
Avogadro number into atomicity symbol. നിസ്സാരം. Given mass തന്നിട്ടുണ്ട്, molar mass തന്നിട്ടുണ്ട്. Simple ആയിട്ട് കാണാനേ ഉള്ളൂ അല്ലേ? Simple. നിസ്സാരം. So first 1 gram magnesium. 1 gram magnesium എന്ന് പറഞ്ഞാൽ given mass 1, molar atomic mass 24, atomicity 1, ഒരു magnesium മാത്രമല്ലേ ഉള്ളൂ, atomicity 1 into Avogadro number. So 1 by 24 into 1 into Avogadro number. അടുത്തതാരാ? 1 gram oxygen. 1 gram oxygen. Atomic mass of oxygen തന്നിട്ടുണ്ട് 16 തന്നിരിക്കുന്നത്. O2 അല്ലേടാ മക്കളെ, O2 ആകുമ്പോൾ 2 into 16 ചെയ്യണം അല്ലേ? 2 into 16. അപ്പോൾ 1 by 32 into atomicity O2 രണ്ടെണ്ണം ഉണ്ടല്ലേ? atomicity എന്തായിരിക്കും? 2 ആയിരിക്കും. So it will be 1 by 32 into 2 into Na. അപ്പോൾ 1 by 16 into Avogadro number. അടുത്ത ആളാരാ? 1 gram lithium. atomic mass എത്രയാ? 7 ആണല്ലേ? atomic mass of lithium 7 ആ. atomicity 1 ആ. Number of moles given mass by molar mass അതായത് 1 by 7 into Avogadro number. And the last option 1 gram of silver. 1 gram of silver, atomic mass 108. So number of atoms will be 1 by 108 into Avogadro number. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാ? 1 by 24 ആണോ, 1 by 16 ആണോ, 1 by 7 ആണോ, 1 by 108 ആണോ? 1 by 7 ആണല്ലേ? So option C is the right answer. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നിസ്സാരം, ചുമ്മാ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? സോ അത്രയേ ഉള്ളൂ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലായിരുന്നോ? മനസ്സിലായല്ലോ? മോൾ കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും പ്രോബ്ലം വരും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഇയേഴ്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രോബ്ലം വരണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആ മക്കൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ മാക്സിമം പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെക്ഷൻ ഈവനിങ് സെക്ഷനിൽ ഒരു 3 to 4:30 ഒരു ലൈവ് ക്ലാസ്സും കൂടി ഉണ്ടാവും. ആ ഒരു ലൈവ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിന്റെ എൻറ്റയർ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നീറ്റിന് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇതുവരെ ചോദിച്ചതുമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ ഒരു സെക്ഷൻ വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും. സോ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം എടുത്ത് നോക്കുക. ഇത്രയും പാർട്ട് ക്ലിയർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈവനിങ് സെക്ഷനിൽ കയറി ഇതിന്റെ ബാക്കിയും കൂടെ അറ്റൻഡ് ചെയ്ത ശേഷം നമ്മൾ ഇന്ത്യയുടെ നമ്പർ 1 AI പ്ലാറ്റ്ഫോമായ വേവിതേ കൂടെ നമ്മുടെ എക്സാം നടക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ നീറ്റ് സ്റ്റൈലിലുള്ള മോക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് പോർഷൻ ഈ ഒരു 50 ദിവസം നിങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, വിസ്കൂളിന് വേണ്ടി നിങ്ങൾ 50 ദിവസം കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് അവിടെ ഫിക്സ് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിലിട്ട് എന്തെങ്കിലും പോർഷൻ ഒന്നുകൂടെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. സോ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് ഈവനിങ് സെക്ഷനിൽ അടുത്ത കെമിസ്ട്രി ക്ലാസ്സിൽ കാണാം. സോ until then, bye bye. Yeah. വാ ഓഫി വരാൻ കഴിഞ്ഞ് വരാൻ.
അയ്യോ ചത്തേ. ഇതെവിടെ ഓഫ് ആക്കണ്ട്? അത് ഞാൻ ഓഫ് ചെയ്തു. അയ്യോ